ഈ വാരം നമുക്ക് മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേക ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. മൂലയൽപസൗഖ്യ വിധവാദരിദ്ര രോഗാഭിഭൂത ബഹുശത്രുപക്ഷ നാരീഭവേത് ബാന്ധവലോകഹീന പരാഭിഭൂത ബഹുനീചഗർവ എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ അല്പമാത്രമായ സുഖം അനുഭവിക്കുന്നവളും ദാരിദ്ര്യവിഷമതകൾ ഉള്ളവളും രോഗിയും ആയിരിക്കാം. അവൾക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരിക്കും. ബന്ധുക്കൾ കുറവാകും. വേണ്ടാത്തതായ കാര്യങ്ങളിൽ ഗർവും ഉണ്ടായിരിക്കുമെന്നാണ് ഈ ഫലത്തിൻ്റെ ഈ പ്രമാണത്തിൻ്റെ അർത്ഥം. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിൽ അധികം പേർക്കും വിവാഹ ജീവിതത്തിൽ അനവധി പ്രയാസങ്ങൾ വന്നു ചേരുന്നതായി കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ വിവാഹത്തിന് മുൻപിലായിട്ട് ഒരു ഉത്തമ ദൈവജ്ഞനെ കൊണ്ട് ജാതക ചിന്ത നടത്തി ഉചിതമായിട്ടുള്ള പരിഹാര ക്രിയകൾ നടത്തുന്നത് നന്നായിരിക്കും. മൂലനക്ഷത്രം ഒരു പുരുഷ നക്ഷത്രവും അസുര നക്ഷത്രവുമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കിത് അശുഭകാരിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ക്ലേശഭൂയിഷ്ടമാകും ഇവരിൽ മിക്കവാറും പേരുടെ ദാമ്പത്യ ജീവിതം. ഭാഗ്യദേവത ഇവരുടെ നേർക്ക് കൺതുറക്കുവാൻ മടി കാണിക്കുന്നതായിട്ടാണ് നിരീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ജാതകപ്രകാരം ഗ്രഹങ്ങളെല്ലാം തന്നെ നല്ല സ്ഥിതിയിലാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടായിരിക്കും ഇവർക്ക് അനുഭവമാവുക. ഭാഗ്യാനുകൂലതയും ഇവർക്ക് ഉണ്ടായേക്കാം. പൊതുവെ ഭർത്താവുമായിട്ട് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കലഹങ്ങൾ, വിവാഹമോചനം, വൈധവ്യം, സന്താന പ്രയാസം തുടങ്ങിയ കാരണങ്ങൾ നിമിത്തമായിട്ട് ഇവർ ദുഃഖിതകളും നിസ്സഹായരുമായിട്ടാണ് കാണപ്പെടുന്നത്. വിവാഹത്തിന് പ്രതിബന്ധമോ അല്ലെങ്കിൽ കാലതാമസമോ അധികം പേർക്കും ഉണ്ടായേക്കാം. സഹൃദയരാണ് ഇവരെങ്കിൽ കൂടിയും നിർബന്ധശീലം ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും. കേവലം നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളിൽ പോലും മുൻകോപവും പിടിവാശിയും ഉള്ളവരായിരിക്കും ഇവർ. ചെറിയ കാര്യങ്ങൾക്ക് പോലും വല്ലാതെ കണ്ട് കോപിച്ചു കളയും. ഇതൊരു വലിയൊരു പ്രത്യേകത തന്നെയാണ്. നയപരമായിട്ട് പെരുമാറുവാനുള്ള കഴിവില്ലായ്മ കൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ പല പ്രതിബന്ധങ്ങളും വന്നു ചേരാം എന്നുള്ളത് കൊണ്ട് തന്നെ മുൻകോപം ഒഴിവാക്കി ക്ഷമയോടും വിവേകത്തോടും കൂടി ജീവിതത്തെ നോക്കിക്കാണുവാൻ ശ്രമിക്കണമെന്നാണ് ഇവർക്കായുള്ള ജ്യോതിഷപരമായിട്ടുള്ള നിർദ്ദേശം.